മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ബിന്ദു പണിക്കർ. 1992 സിബി മലയിൽ സംവിധാനം ചെയ്ത കമലദളം എന്ന ചിത്രത്തിലൂടെയാണ് നടി സിനിമാ കരിയർ ആരംഭിച്ചത്. മികച്ച ഹാസ്യവേഷങ്ങളിലൂടെയാണ് മലയാളികൾക്ക് ബിന്ദു പണിക്കരെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഇടയ്ക്ക് കരിയറിൽ ഇടവേള വന്ന നടി പിന്നീട് റോഷാക്ക് എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ വീണ്ടും തിരക്കിലെത്തി. എന്നാൽ ഹാസ്യവേഷത്തിനു പകരം ശക്തമായ കഥാപാത്രങ്ങളാണ് ബിന്ദു പണിക്കർ ആ സിനിമയിൽ അവതരിപ്പിച്ചത്. അതിനുശേഷം ടർബോയിലും മമ്മൂട്ടിയോടൊപ്പം വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് നടി ചെയ്തത്. ഇപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം റോഷാക്ക് സിനിമയിലൂടെ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചപ്പോഴുണ്ടായ അനുഭവം പങ്കുവെക്കുകയാണ് ബിന്ദു പണിക്കർ. വാത്സല്യം എന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായി മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചത്. അന്നും ഇന്നും ഓർമ്മപ്പെടുത്തുന്ന കഥാപാത്രങ്ങളാണ് ലഭിച്ചത്. അന്നും ഇന്നും അദ്ദേഹത്തിൽ ഞാനൊരു മാറ്റവും കാണുന്നില്ല. കഥാപാത്രങ്ങൾ മാത്രമാണ് മാറ്റങ്ങൾ വന്നത്. ബിന്ദു പണിക്കർ പറയുന്നു. റോഷാക്ക് സിനിമയിലെ തന്റെ കഥാപാത്രത്തെക്കുറിച്ചും ബിന്ദു പണിക്കർ സംസാരിച്ചു. അങ്ങനെ ഒരു കഥാപാത്രവും സിനിമയും ലഭിച്ചപ്പോൾ അതിയായ സന്തോഷമാണ് തോന്നിയത്. മമ്മൂക്കയോടൊപ്പം അദ്ദേഹത്തിന്റെ കമ്പനി ചിത്രത്തിൽ ഒരു ശക്തമായ വേഷമാണ് എനിക്ക് ആ സിനിമയിലൂടെ കിട്ടിയത്. സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായിരുന്നു. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് കഥ കേട്ടപ്പോൾ തന്നെ ചെയ്യണമെന്ന് കൊതി തോന്നുന്ന കഥാപാത്രം ഉണ്ടാകില്ലേ? എനിക്ക് റോഷാക്കിലേക്ക് അത്തരത്തിലുള്ള ഒരു കഥാപാത്രമായിരുന്നു. ബിന്ദു പണിക്കർ പറയുന്നു.